മൂന്നാഴ്ചത്തെ വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ നിലമ്പൂർ ബൂത്തിലേക്ക് രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്കിടയിൽ ആരും കാണാതെ പോകുന്ന നിസ്സഹായരായ ഒരു കൂട്ടം മനുഷ്യരുണ്ട്. വന്യജീവികളുടെ ആക്രമണങ്ങൾ ഭയന്ന് ജീവൻ കയ്യിൽ പിടിച്ച് രാത്രി വെളുപ്പിക്കുന്നവർ. കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു. നിലമ്പൂരിലെ ജനങ്ങളും ഇതിനിരകളാണ്. കാടിനടുത്ത് താമസിക്കുന്ന 100-ലധികം ആദിവാസി കുടുംബങ്ങൾ കാട്ടാന ആക്രമണങ്ങളെ ഭയന്നാണ് ജീവിക്കുന്നത്. കൊല്ലാണെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് വേറെ എവിടെ ഇടമൊന്നും ഇല്ലല്ലോ. ഈ പെരക്കകത്ത് തന്നെ ഒരു ഉറപ്പൊന്നുമില്ല. പെരന്നൊന്നായിട്ട് ചോരയാണ്. പ്രതിരോധിക്കാനായി ചില പ്രദേശങ്ങളിൽ വൈദ്യുത വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് കാട്ടാനയുടെ സഞ്ചാരം ഒരു പരിധിവരെ കുറച്ചിട്ടുണ്ട്. കാട്ടുപന്നികളുടെ ആക്രമണങ്ങളും ഇവരുടെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ്. പന്നികളിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് ഞങ്ങൾക്കൊരു നിത്യസംഭവമാണെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ഭരണവിരുദ്ധ വികാരവും മുന്നണികളുടെ വർഗീയ കൂട്ടുകെട്ടുകളും നിലമ്പൂരിൽ ചർച്ചയാകുമ്പോൾ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടികളും സംസാരിക്കുന്നില്ല. കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള വീട് പോലും ഇല്ലാത്തവർ, മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന വീടിന് പുറത്താണ് പലപ്പോഴും അന്തി ഉറങ്ങുന്നത്. ആരാണ് ഇവർക്ക് സംരക്ഷണം നൽകേണ്ടത്? സുരക്ഷിതത്വമല്ലാത്ത ജീവിതത്തിന് നടുവിൽ ആരും പരിഗണിക്കാത്ത മനുഷ്യർ ഈ തിരഞ്ഞെടുപ്പ് കാലത്തും ഇനി എന്താണ് ചെയ്യേണ്ടത്? ആരോടാണ് പറയേണ്ടത്?